ലോകത്തിലെ പല രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ കൂടെ വീണ്ടും നമ്മുടെ നാട്ടിലെ കുട്ടികൾ പോയി ചിലവഴിച്ചിട്ട് വന്നിരിക്കുകയാണ്. ഒരുപാട് രാജ്യത്തെ കുട്ടികളുമായി സമ്മർദ്ദം പുലർത്താനും അതുപോലെ ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് മത്സരം സംഘടിപ്പിക്കുന്നത് ലോകത്തുള്ള എല്ലാവർക്കും കൂടെയാണ്. ഇന്ത്യയുടെ ആ ഒരു സെക്ടറിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇന്ത്യയിൽ നിന്ന് പോയ എല്ലാ പെൺകുട്ടികളെയും ദിവസവും കൊണ്ട് തല കഴിക്കുമായിരുന്നു. ആഴ്ചയിൽ ഒരു 3 ദിവസം കമ്പൽസറി ആയിട്ട്. ഉള്ളിലൊരു പേടിയുണ്ട്, ലൈക്ക് ഉക്രൈന്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലം എന്ന രീതിയിൽ. പക്ഷെ അവരോട് വെജിറ്റേറിയൻ ചെയ്യുമ്പോൾ അവർ അതിനകത്ത് ചിക്കന്റെ കഷ്ണമോ മീനിന്റെ കഷ്ണമോ ഒക്കെ മാറ്റിയിട്ട് ആ വെള്ളം കൊണ്ടുതരും. വായിക്കാൻ പഠിച്ചു. ലൈക്ക് നമുക്ക് ഒരുപാട് വേർഡ്സിന്റെ മീനിങ് അറിയില്ല, വായിക്കാം. സാധാരണ ആൾക്കാരും ഉണ്ട്. നമുക്ക് കുറച്ച് ഇന്ററാക്ട് ചെയ്യാൻ, ലൈക്ക് അവർക്കൊന്നും ഇംഗ്ലീഷ് ഭാഷ ഭയങ്കര പ്രശ്നം. നമ്മൾ അവരെ മലയാളം പഠിപ്പിക്കുന്നു. അതെ, ഞങ്ങളുടെ അതെ. മൗണ്ടന്റെ താഴെ ഒരു കല്ല് നമ്മളെ കയ്യിൽ വെച്ചേക്കും, ഒരു ചെറിയ കല്ല്. അതിനെ കൊണ്ട് നമ്മളിങ്ങനെ മുകളിൽ വയ്ക്കണം. നമ്മള് കയറി എന്നുള്ള സിമ്പല് കൊണ്ട് വെച്ചിട്ട് നമ്മൾ താഴെ ഇറങ്ങി. നമ്മളെ നിറയെ സമ്മാനങ്ങളൊക്കെ തന്നിട്ടാണ് അവർ തന്നത്. ഈ റഷ്യൻ മറ്റേ മെട്രിയോഷ്ക പാവയുണ്ടല്ലോ, ഓരോന്നിനകത്തകത്ത് വെക്കുന്നത്, അതുപോലെ ടെഡി ബെയേഴ്സ്, അങ്ങനെ ഒത്തിരി സമ്മാനങ്ങളുമായിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. ബീന കണ്ട ലോകം യൂട്യൂബ് ചാനലിലെ ബി വിത്ത് ബീന എന്ന സെക്ഷനിലേക്ക് സ്വാഗതം. വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ പരിപാടിയിൽ നിന്ന് ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ കൂടെയുള്ളത് ആകർഷ് എസ് നായരും വിനു ഹരി നായരുമാണ്. ഇവരെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് സന്തോഷം കൂടുതൽ ഇരട്ടിക്കുന്നത് എന്തെന്ന് വെച്ചാൽ 1977, അതായത് 47 വർഷം മുമ്പ് ഞാൻ പോയ സോവിയറ്റ് യൂണിയനിലെ ആർത്തിക് ചിൽഡ്രൻസ് ക്യാമ്പിൽ പോയിട്ട് വന്നിരിക്കുന്ന 2 പേരാണ് ഇവർ. 47 വർഷങ്ങൾക്ക് ശേഷം ഇവരവിടെ പോയിട്ട് എന്തൊക്കെയാണ് കണ്ടത്, എന്തൊക്കെയാണ് അനുഭവിച്ചത് എന്ന് ചോദിക്കാൻ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഞാൻ പോകുമ്പോൾ സോവിയറ്റ് യൂണിയൻ ആയിരുന്നു ആ നാട്. അതിനുശേഷം നമുക്കെല്ലാം അറിയാം, ഗ്ലാസ് നെസ്റ്റും പിരിസ്ട്രോയിക്കയും ഒക്കെ വന്ന് പല രാജ്യങ്ങളായി ചിന്നിച്ചിതറി സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി. ഇന്ന് ഈ ആർത്തിക് ക്യാമ്പ് നിലനിൽക്കുന്നത് റഷ്യയുടെ കീഴിലാണ്. റഷ്യ ഉക്രൈനിലെ ക്രിമിയയിലാണ് ഈ ക്യാമ്പ് നടത്തുന്നത്. ഞാൻ പോകുമ്പോഴും ക്രിമിയയിൽ തന്നെയായിരുന്നു ഈ ക്യാമ്പ്, ആർത്തിക് ചിൽഡ്രൻസ് ക്യാമ്പ്. കരടി പർവ്വതത്തിൻ്റെ കീഴെ കരിങ്കടലിൻ്റെ തീരത്ത് അതിമനോഹരമായ ഒരു പ്രദേശം. അവിടെ നല്ല നല്ല കെട്ടിടങ്ങൾ, നിറച്ച് ചെടികളുണ്ട്, പൂമ്പാറ്റകളുണ്ട്. ആകപ്പാടെ സന്തോഷകരമായ ആ അന്തരീക്ഷത്തിൽ ഏതാണ്ട് 150 രാജ്യങ്ങളിൽ നിന്നുള്ള 5000-ഓളം കുട്ടികളുമൊത്താണ് ഞാൻ ഏതാണ്ട് 1.5 മാസം അവിടെ ചിലവഴിച്ചത്. ആ ഓർമ്മ തിരിച്ചു വന്ന് ബീനകണ്ട റഷ്യ എന്ന പുസ്തകത്തിൽ ഞാൻ എഴുതിയുണ്ടായി. ആ പുസ്തകം ഇപ്പോൾ ഏതാണ്ട് 45 വർഷമായി തന്നെ പല തലമുറകൾ മലയാളത്തിൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ മാസം പോലും അതിൻ്റെ പുതിയ എഡിഷൻ വരികയുണ്ടായി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ സന്തോഷം. ആ സന്തോഷം പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തിരുവനന്തപുരത്തെ പൂജപ്പുര സെൻറ്റ് മേരി സ്കൂളിലെ വിനുവും ആകർഷുമാണ്. ആകർഷ്, എങ്ങനെയുണ്ടായിരുന്നു ആർത്തിക്? വളരെ വലിയൊരു അനുഭവമായിരുന്നു തന്നത്. ലൈക്ക് ഒരുപാട് രാജ്യത്തെ കുട്ടികളുമായി സമ്മർദ്ദം പുലർത്താനും അതുപോലെ ഒരുപാട് ഫ്രണ്ട്ഷിപ്പാണ് അല്ലേ? ആർത്തേക്ക് എപ്പോഴും സൗഹൃദത്തിൻ്റെ ഒരു സ്ഥലമാണ്. ആർത്തേക്കിൽ നിന്നുള്ള എനിക്ക് കിട്ടിയ സൗഹൃദങ്ങൾ ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ആ കഥയൊക്കെ നമുക്ക് പിന്നെ പറയാം. വിനു, എങ്ങനെയുണ്ടായിരുന്നു ആർത്തേക്കിലെ മൊത്തം ജീവിതവും ആർത്തേക്കിലെ അനുഭവങ്ങളും? ഈ ആർട്ടിക് എന്ന് പറഞ്ഞ സാധനം ഞാൻ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സാധനമാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ എപ്പോഴും ഒരു ദിവസം ഈ ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് ഞാൻ ഓർക്കും. നമ്മുടെ ഈ ഉണ്ടാക്കിയ ഫ്രണ്ട്സ് അവർ എല്ലാ ദിവസവും മെസ്സേജ് അയക്കുകയും വിളിക്കുകയും അവിടെ മഞ്ഞ് വീഴുമ്പോൾ ഫോട്ടോ എടുത്തയക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ ഒരു സന്തോഷം ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് വരുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് ഒരുപാട് രാജ്യങ്ങൾ 10-25 രാജ്യത്തിൽ നിന്ന് കുറേ ഫ്രണ്ട്സിനെ ഉണ്ടാക്കി എന്ന് പറയുന്നതും അവിടെ പോയതും ആ ക്യാമ്പ് അറ്റൻഡ് ചെയ്തതും അവിടെ അനുഭവിച്ചതും എല്ലാം കൂടെ ചേർത്ത് നോക്കുമ്പോൾ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ബാലവേദി എന്നുള്ള സംഘടനയുടെ അത് അധികാരി, അല്ലെങ്കിൽ അതിൻ്റെ ബാലവേദി എന്നുള്ള സംഘടനയുടെ പ്രസിഡന്റ് എന്നൊക്കെ ഉള്ള നിലയിലാണ് ഞാൻ പോയത്. അന്ന് ഞാൻ പ്രസംഗിക്കുമായിരുന്നു, വരയ്ക്കുമായിരുന്നു, നൃത്തം ചെയ്യുമായിരുന്നു, അങ്ങനെയൊക്കെയായിരുന്നു. നിങ്ങളെങ്ങനെയാണ് തിരഞ്ഞെടുത്തത് ഈ ക്യാമ്പിലേക്ക്? അതെ മാം, നമ്മുടെ സ്കൂളിൽ നമ്മുടെ ഒരു കോർഡിനേറ്റർ ഉണ്ടായിരുന്നു, ജിൻസി എന്നാണ് മാം ടീച്ചറിൻ്റെ പേര്. നമ്മുടെ ഹിസ്റ്ററി ടീച്ചറാണ്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ എല്ലാ CBSE സ്കൂളിലും ഇങ്ങനെ ഈ സർക്കുലർ പോയി, ഇൻഫർമേഷൻ പോയി. നമ്മുടെ പ്രിൻസിപ്പലും സ്കൂളിലെ സാറും ചെയർമാൻ സാറും എല്ലാം കൂടെ സെലക്ട് ചെയ്താണ് കുറച്ച് പേര്.
അതിൽ മോസ്റ്റ് എലിജിബിൾ ആയ അല്ല ഇത് ഇന്ത്യയിൽ നിന്നുള്ള കുട്ടികൾക്ക് മുഴുവനായി ലോകത്തിലുള്ള എല്ലാ കുട്ടികൾക്കും വേണ്ടി മത്സരം സംഘടിപ്പിച്ചിരുന്നു. മാം ഈ മത്സരം സംഘടിപ്പിക്കുന്നത് ലോകത്തുള്ള എല്ലാവർക്കും കൂടെയാണ്. ഇന്ത്യയുടെ ആ ഒരു സെക്ടറിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇതിപ്പോ കേരളം തമിഴ്നാട് അങ്ങനെ സെപ്പറേറ്റ് അല്ല, ഫുൾ ഇന്ത്യ ഫുൾ ഇന്ത്യയിൽ എത്ര കുട്ടികൾ പോയി? ഒരുപാട് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അത് എത്രയാന്ന് കറക്റ്റ് ആയിട്ട് ആരും നോക്കിയിട്ടില്ല. പക്ഷേ അവസാനത്തെ സർക്കുലറിൽ 16 പേര് സെലക്ട് ആയി. അതിൽ നിന്നും 8 പേരാണ് പോകാനിരുന്നത്. അതിൽ നിന്നും 8 പേര് സെലക്ട് ചെയ്ത് അതിൽ നിന്നും അവസാനം പോയത് നമ്മൾ കുറച്ച് പേര്. എത്ര പേര്? 3 പേര് പോയി. കഴിഞ്ഞ എഡിഷനിൽ 3 പേര് പോയി. എന്തായിരുന്നു ആ മത്സരം? നമ്മുടെ ആർട്ടിക്കിനെ കുറിച്ചുള്ള നോളജ്, നമുക്ക് എന്തൊക്കെ അറിയാം, നമ്മുടെ ഒരു ബേസിക് ക്യാരക്ടർ എങ്ങനെയാണെന്നും നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് കേപ്പബിലിറ്റി എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഒരു ചെറിയ കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചതാണ് ആർട്ടിക്കിലെ ആൾക്കാർ. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് 3 പവർ പോയിന്റ് പ്രസന്റേഷൻ ഉണ്ടാക്കേണ്ടിയിട്ടുണ്ടായിരുന്നു. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ആർട്ടിക്കിനെ കുറിച്ചുള്ള നോളജ്, നമ്മുടെ ആർട്ടിക്കിന്റെ ഹിസ്റ്ററി 1925 തൊട്ട് ഇതുവരെ നമ്മൾ ഗൂഗിളിൽ ഉണ്ട്, നമ്മുടെ വെബ്സൈറ്റിലുണ്ടായിരുന്നു. പിന്നെ ബുക്സ് ആർട്ടിക്കിൾസ് വായിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നോളജ് കളക്ട് ചെയ്ത് നമ്മളൊരു പവർ പോയിന്റ് പ്രസന്റേഷൻ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടിയിരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പോർട്ട്ഫോളിയോ ചെയ്യണമായിരുന്നു. നമ്മുടെ ജയിച്ച കോമ്പറ്റീഷൻസ് ഒരു 5 വർഷത്തിന് അതൊക്കെ ചെയ്തു. അവസാനം 3ാമത്തെ പ്രോജക്റ്റ് നമ്മുടെ ഇതിനു മുമ്പേ നമ്മുടെ ഏരിയയിൽ നിന്ന് ആർട്ടിക്കിൽ പോയ ഒരാളെ കുറിച്ച് എഴുതണം. അങ്ങനെ 3 പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ മാമിനെ കുറിച്ചാണ് എഴുതിയത്. മോനോ? ഞാൻ ബിനോയ് വിഷ്ണു സാറിനെ കുറിച്ച്. ഓക്കെ, ഞങ്ങളുടെ ക്യാമ്പിൽ ബിനോയ് വിഷു ആയിരുന്നു ഞങ്ങളുടെ ലീഡർ, ഇന്ത്യ എന്നുള്ള ലീഡറായിരുന്നു. അപ്പം നിങ്ങൾ ഓർത്ത് ആ ക്യാമ്പിൽ പോകാൻ കഴിഞ്ഞു, ഞങ്ങളെക്കുറിച്ച് എഴുതിയിട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ പോകുന്ന സമയത്ത് പല ക്യാമ്പുകൾ, അൾമാസ്നിയ, ലിസ്നോയ് എന്നൊക്കെ പറഞ്ഞ പല ക്യാമ്പുകളായിരുന്നു. നിങ്ങൾ ഏത് ക്യാമ്പിലായിരുന്നു? എൻടാർണി. അതിനെക്കുറിച്ച് പറ, ക്യാമ്പിനെ കുറിച്ച് പറ. എൻടാർണി എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ഒരു കളർ തീം ക്യാമ്പാണ്. നമുക്ക് ഒരു റെഡ്, യെല്ലോ ആ ഒരു ടൈപ്പ്. എൻടാർണി ആക്ച്വലി അവർക്ക് ഒരു കളർ പോലെയാണ്. ഓക്കെ. അവിടെ ഒരു വലിയ ക്യാമ്പാണ്, ഒരു വലിയ ബിൽഡിംഗ്. അതിനകത്ത് തന്നെ ഒരുപാട് സെപ്പറേറ്റ് ക്യാമ്പ്സ് ഉണ്ട്. ഒരു രാജ്യത്തിനകത്ത് പല സംസ്ഥാനങ്ങൾ പോലെ അതുപോലെ ഒരു 12 മുതൽ 15 ക്യാമ്പ് വരെ ഉണ്ട്. ഒരു ക്യാമ്പിൽ ഒരു 30 സ്റ്റുഡൻസ് ആ ഒരു ലെവലിലായിരുന്നു നമ്മുടെ ക്യാമ്പിൽ. അതുപോലെ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ കൂടെ? സിറിയ, അതുപോലെ മംഗോളിയ, അർമേനിയ, ഉസ്ബെക്കിസ്ഥാൻ, അതുപോലെ ഒരുപാട് രാജ്യങ്ങൾ. മിക്കതും സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന രാജ്യങ്ങളിൽ നിന്നായിരുന്നു നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. നിങ്ങളുടെ അവിടുത്തെ ആ റുട്ടീൻ ഒന്ന് പറയോ? അതെ, അപ്പോൾ രാവിലെ ഒരു 7 മണിക്കാണ് അവിടെ വേക്കപ്പ് ടൈം. 6:30-7 മണി. അന്ന് റഷ്യൻ ടൈമാണ്. നമ്മുടെ ടൈം കുറച്ചും കൂടെ മുമ്പോട്ടായതുകൊണ്ട് ഞാൻ ഇവനെയൊക്കെ രാവിലെ 5 മണിക്ക് എണീറ്റ് പോകും അറിയാതെ. അതെ, നമ്മൾ ഒരേ ക്യാമ്പിലായിരുന്നു. ക്യാമ്പ് നമ്പർ 6-ലായിരുന്നു. നമ്മളിങ്ങനെ രാവിലെ എണീറ്റ് നമ്മുടെ ഡെയിലി ഫ്രഷിങ് ചെയ്തിട്ട് നമ്മൾ രാവിലെ എല്ലാ ദിവസവും അവസാനം ഒരു 2 ആഴ്ച തീരുന്ന 2 ആഴ്ചയൊക്കെ ആയപ്പോൾ നമുക്ക് ഇതുണ്ടായിരുന്നു, രാവിലെ വർക്കൗട്ട് ഉണ്ടായിരുന്നു. രാവിലെ ഒരു 30 മിനിറ്റ്സ് നമ്മൾ രാവിലെ പോയി മ്യൂസിക്കിൽ സുംബ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ്, അത് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും വേറെ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ ട്രെക്കിംഗ് ആവാം, ചിലപ്പോൾ അത് ഹിസ്റ്ററി ആവാം, സെർച്ചിങ് മറ്റേ ഇതാവാം, നേച്ചർ സെർച്ച് ആവാം, സ്കാവഞ്ചർ ഹണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്തു. ഓക്കെ, ഞങ്ങൾ പോയിരുന്നപ്പോൾ രാവിലെ കമ്പൽസറി ആയിട്ട് നേരത്തെ എഴുന്നേൽപ്പിക്കും. എന്നിട്ട് ഞങ്ങളുടെ റൂമെല്ലാം ഞങ്ങൾ തന്നെ വൃത്തിയാക്കണം, തൂത്ത് തുടച്ച് നിങ്ങൾക്ക് കൊണ്ട്. പിന്നെ എക്സസൈസ് ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാ ദിവസവും മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടായിരുന്നു, പനിയുണ്ടോ അങ്ങനത്തെ എല്ലാ ദിവസവും ഹെൽത്ത് ചെക്കപ്പ് ഉണ്ടായിരുന്നു. പിന്നെ കമ്പൽസറി ആയിട്ട് ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് പോയ എല്ലാ പെൺകുട്ടികളെയും ദിവസവും കൊണ്ട് തല കഴിക്കുമായിരുന്നു. ആഴ്ചയിൽ ഒരു 3 ദിവസം കമ്പൽസറി ആയിട്ട്. എനിക്കൊക്കെ ഭയങ്കരമായിട്ട് മുടി ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് കമ്പൽസറി ആയിരുന്നു. തലേന്ന് പേനുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അഴുക്കൊക്കെ ഉണ്ടെന്ന് പേടിച്ചിട്ട് ഒരു മാമയുണ്ടായിരുന്നു, ഒരു നല്ല വയസ്സായ സ്ത്രീ. അവർ ടർപ്പൻറ്റൈനൊക്കെ തേച്ച് എൻ്റെ മുടി ദിവസവും കഴുകി തരുമായിരുന്നു. അങ്ങനത്തെ ചില പ്രത്യേക ഇതുണ്ടായിരുന്നു. എന്താണ്, ഹെൽത്ത് ഓറിയന്റഡ് ആയിട്ട് ഞങ്ങൾ നോക്കുമായിരുന്നു. നിങ്ങൾക്ക് അത്രയും വരുന്നില്ലായിരുന്നു? ഇല്ല, അത്രയ്ക്കൊന്നുമില്ല. നമുക്ക് അതായത് ഇപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലിനിക്കിൽ പോയി കാണിക്കാം. ഓക്കെ. ഭക്ഷണമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഭക്ഷണം റഷ്യൻ ഫുഡ് അതങ്ങനെയായിരുന്നു. ഫുഡില് കൂടുതലും ചില മോർണിംഗ് എപ്പോഴും പൊറിഞ്ചായിരിക്കും, ഓട്സ് പോലത്തെ. പിന്നെ ഫ്രൂട്ട്സ് കാണും, മിക്കപ്പോഴും ആപ്പിൾ, അതുപോലെ സാലഡ്സ് ഉണ്ട്. എനിക്ക് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ആവും. കാരണം ബേസ് ഉണ്ട്. എനിക്ക് കുഴപ്പമില്ലായിരുന്നു. നമ്മുടെ ലഞ്ച് എന്ന് പറയുന്നത് യൂഷ്വലി പൊട്ടറ്റോ,
എല്ലാം പൊട്ടറ്റോ ബേസ്ഡ് എല്ലാം ആണ്, potato. എല്ലാം പൊട്ടറ്റോ അതെ, ഞങ്ങൾ ചെല്ലുമ്പോൾ ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ പൊട്ടറ്റോ കുറുക്കി ഒരു കുഴമ്പ് പോലെ തരുമായിരുന്നു. അപ്പൊ അതെ, അത് കോരി കുടിക്കുകയാണ് ഫുൾ ടൈം. അതാണ് പൊട്ടറ്റോ കുറുക്കിയത്. പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ വെജിറ്റേറിയൻ ആയിരുന്നു അന്ന്, ഞാൻ നോൺ വെജ് കഴിക്കില്ല. അപ്പൊ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവരോട് വെജിറ്റേറിയൻ തരുമ്പോൾ അവർ അതിനകത്ത് ചിക്കന്റെ കഷ്ണമോ മീനിന്റെ കഷ്ണമോ ഒക്കെ മാറ്റിയിട്ട് ആ വെള്ളം കൊണ്ടുതരും. ഇതാണ് വെജിറ്റേറിയൻ, അവരുടെ കൺസെപ്റ്റ് അങ്ങനെയാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഏറ്റവും വലിയ അന്ന് ആപ്പിളൊക്കെ ഇവിടെ വളരെ, ഞങ്ങളുടെ കാലത്ത് വളരെ റെയർ ആയിട്ട് കിട്ടുന്ന സാധനങ്ങളായിരുന്നു. അപ്പോൾ ഈ ആപ്പിള് തിന്ന് അങ്ങനെ എന്താ പറയുന്ന മതിക്കുമായിരുന്നു. പിന്നെ ഐസ്ക്രീം അന്നും തിരുവനന്തപുരത്ത് ഒറ്റ ഐസ്ക്രീം പാർലറേ ഉള്ളൂ. ഇന്നത്തെ പോലെ നിങ്ങൾ കിട്ടുന്ന പോലെ ഐസ്ക്രീം ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ പലതരം ഐസ്ക്രീമാണ്. ഞങ്ങളെല്ലാം ഐസ്ക്രീം ഒക്കെ കുടിച്ച് ഞാൻ വരുമ്പോൾ ഞാൻ നല്ല എന്താണ് ഒരു ഒത്തിരി ഉരുണ്ടിട്ടാണ് തിരിച്ചു വന്നത് ഐസ്ക്രീം കഴിച്ച്. നിങ്ങൾ സംബന്ധിച്ചോളം നിങ്ങളുടെ ജനറേഷൻ ഐസ്ക്രീം അത്ര ഫാസിനേറ്റിംഗ് ആയിരിക്കില്ലായിരിക്കും അല്ലേ? പിന്നെ എന്നിട്ട് എന്തായിരുന്നു നിങ്ങളുടെ വേഷം? ഞങ്ങളുടെ വേഷം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു നീല, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നീല പാൻറ്റോ അല്ലെങ്കിൽ പാവാടയും വെള്ള ഷർട്ടും ചുമന്ന സ്കാർഫും ബാഡ്ജും തലയിൽ ഒരു തൊപ്പിയായിരുന്നു. നിങ്ങളത് എന്തായിരുന്നു വേഷം? നമ്മൾക്ക് ഓരോ ക്യാമ്പിന്, അതായത് ഓരോ എൻറ്റാർണി അതുപോലത്തെ ഓരോ ക്യാമ്പിനും ഓരോ കളർ തീമായിരുന്നു. ഓക്കെ. എല്ലാവർക്കും ഒരു കാക്കി കളർ പാൻറ്, അതുപോലെ ഈ ഷർട്ട് എല്ലാവർക്കും ഓരോ കളറായിരിക്കും. ലൈക്ക് ഇപ്പോൾ നമ്മുടെ എൻറ്റാർണിക്ക് ഒരു റെഡ് ഷെയ്ഡായിരുന്നു. അതുപോലെ ഇപ്പോൾ ക്രൂസ്താനി വരുമ്പോൾ പേർപ്പിൾ, അതുപോലെ ഓരോ കളർ. പിന്നെ ഒരു തൊപ്പിയുണ്ട്. അത്തേക്കിന്റെ എംബ്ലം ഇല്ല, എംബ്ലം ബാഡ്ജ് ഒന്നുമില്ല. ഇല്ല, നമുക്ക് ഷർട്ടിൽ ലേബലിംഗ് ഉണ്ട്. ലേബലിംഗ്. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കും നല്ല അങ്ങനത്തെ കളികളൊക്കെ ഇല്ലേ? ഒരുപാട് കളികളുണ്ട്. ഞങ്ങളുടെ കാലത്തുണ്ടായിരുന്ന കളികളാണോ എന്ന് അറിയട്ടെ, എന്ത് കളികളൊക്കെ? നമ്മുടെ ഒരു ആർടെക് ബോൾ എന്ന് പറഞ്ഞ ഗെയിം കളിച്ചിട്ട്, അതെന്ന് പറയുമ്പോൾ 3 ടീമായിട്ട് ഇങ്ങനെ നിന്നിട്ട് നമ്മൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ബോൾ എറിയും. ഇടയിലുള്ള ആൾ പിടിക്കുകയാണെങ്കിൽ അവർ ഔട്ട്. അങ്ങനത്തെ ഒരു ഗെയിം കളിച്ചു. ഞങ്ങളുടെ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ക്രൂഡായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങളെ കുറെ ദൂരെ കൊണ്ടുപോയിട്ട് പിന്നെ ഒരു കാട്ടിനകമെല്ലാം സൃഷ്ടിച്ചിട്ട് അതിനകത്തൂടെ നമ്മൾ ആർത്തേക്ക് ടു ഹവാന എന്നുള്ള ഐലൻഡിൽ പോകുന്നതായിട്ടൊക്കെയുള്ള നാടകങ്ങൾ അങ്ങനെയൊക്കെയായിരുന്നു. ഞങ്ങളുടെ കൂടെ വെച്ചാൽ 150 രാജ്യങ്ങളിൽ നിന്നാണ്. അപ്പോൾ ആഫ്രിക്കയിൽ നിന്നുണ്ട്, അമേരിക്കയിൽ നിന്നുണ്ട്, ഫ്രാൻസിൽ നിന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ പോലെ മംഗോളിയ, അങ്ങനെ ലോകം മുഴുവനുള്ള ഒരു ക്യാമ്പായിരുന്നു അത്. അന്ന് അങ്ങനെയായിരുന്നു. ആർത്തേക്ക് വളരെയേറെ പിന്നെ എന്താണ് ലോകത്തിൻ്റെ തന്നെ സമാധാനത്തിലേക്ക് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാൻ. ഞങ്ങൾ പോയപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പോയ കാലത്ത് ആർത്തേക്ക് എന്ന് പറഞ്ഞാൽ ലോക സമാധാനത്തിന് വേണ്ടി കുട്ടികളെ ഒരുക്കുന്ന ഒരു വേദിയായിരുന്നു. അപ്പോൾ എപ്പോഴും തന്നെ ഇതാണ് മീർ എന്ന് പറഞ്ഞിട്ട്, മീർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റഷ്യയിൽ പീസ് എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ എല്ലാം വാക്ക്. എന്ന് വെച്ചാൽ എന്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ മെഴുകുതിരികൾ കൊളുത്തി പിന്നെ ഉക്രൈനിലെ ഇപ്പം എനിക്കത് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു കാര്യമാണ്. ഇത് കഴിഞ്ഞ് ഞാൻ പറയാം, ഞങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് ഞാൻ പറയാം. എന്ന് വെച്ചാൽ ഞങ്ങൾ ആ സമയത്ത് ശരിക്കും പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ ആ കോൾഡ് വാറിൻ്റെയൊക്കെ സമയത്ത് ഈ എങ്ങനെയാണ് കുട്ടികളെ ലോക സമാധാനത്തിൻ്റെ ഒരു ഇതോട് മെസ്സേജ് വളർത്തുക. അതിനുവേണ്ടി നമ്മളിങ്ങനെ പീസ് എന്നുള്ളതാണ്. റാസ് വാർ മീർ എന്ന് പറഞ്ഞ് തെരുവീതികളിൽ കൂടി നടക്കുക, അതിനുവേണ്ടി മത്സരങ്ങൾ നടത്തുക, അതിന് വേണ്ടിയിട്ടുള്ള വലിയ ക്യാമ്പയിൻസ് സംഘടിപ്പിക്കുക, ഇതൊക്കെയായിരുന്നു. നിങ്ങൾ പോയ കാലം എന്ന് പറയുന്നത് ഉക്രൈൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ യുദ്ധത്തിൻ്റെ ഒരു സ്ഥലം. അവിടെ ക്രിമിയയും എന്താണ് നമുക്കറിയാം, യുദ്ധം കുറേ സ്ഥലങ്ങൾ ക്രിമിയ റഷ്യൻ പിന്നെ എന്താണ് ഉക്രൈൻ യുദ്ധം നടക്കുന്ന സ്ഥലമാണ്. എന്തായിരുന്നു നിങ്ങളുടെ ആ അനുഭവം? നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളെ പേടിച്ചിട്ടായിരിക്കുമല്ലോ വിട്ടത്. യുദ്ധം നടക്കുന്നൊരു സ്ഥലത്തേക്ക് കുട്ടികൾ പോകുക എന്ന് പറയുന്നത്. ഞാനിവിടെ നിന്ന് ശരിക്കും എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എന്ന് വെച്ചാൽ ഉക്രൈൻ വാർ കേൾക്കുമ്പോൾ, ഈ ക്രിമിയ കീവ് എന്നൊക്കെ കേൾക്കുമ്പോൾ, ഞങ്ങൾ പണ്ട് എന്താണ് സമാധാനത്തിന് വേണ്ടി യുദ്ധത്തിനെതിരെ മാർച്ചുകൾ നടത്തിയ, മെഴുകുതിരി യാത്രകൾ നടത്തിയ ആ സ്ഥലങ്ങളൊക്കെ യുദ്ധത്തിൽ തകർന്നു വീഴുന്നല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെട്ടാണ് പോയത്. അപ്പം നിങ്ങളുടെ ആ യുദ്ധത്തിൻ്റെതായ അനുഭവങ്ങൾ പറയൂ, ക്രിമിയയിൽ പോയിട്ട്. യുദ്ധത്തിൽ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ പോകുന്നതിന് കുറച്ച് ദിവസം മുമ്പ് അവിടെ എന്തോ ഒരു പ്രശ്നം, അറ്റാക്ക് വന്നു എന്ന് പറഞ്ഞ് സ്കൂളിലും വീട്ടിലും എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു. എസ്പെഷ്യലി ജിൻസി ടീച്ചറിന് ഭയങ്കര ഒരു പേടിയായിരുന്നു നമ്മൾ അങ്ങോട്ട് വിടാൻ വേണ്ടി. പക്ഷെ എങ്കിലും ആ സമയത്ത് നമ്മൾ ഒരുപാട് വിളിച്ചൊക്കെ അന്വേഷിച്ചു, വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പോയി. അവിടെ പോയ സമയത്തും ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ശരിക്കും ഉക്രൈൻ്റെ ഭാഗമായിരുന്നു. 2015 റഷ്യക്ക് തിരിച്ചു കിട്ടിയ സ്ഥലമാണ്. അപ്പോൾ ഒരു പേടി എന്ന് പറയാൻ ലൈക്ക് അവിടെ ആർമി ഓഫീസേഴ്സ് ഒരുപാടുണ്ട്. ക്യാമ്പിനകത്ത് തന്നെ ആർമി ഉണ്ട്. ക്യാമ്പിനകത്ത് ആർമി ഓഫീസേഴ്സ് ഉണ്ട്. റഷ്യൻ ആർമിയുടെ ഒരുപാട് പേഴ്സണൽസ് അതിനകത്തുണ്ട്. മിക്ക സ്ഥലത്തും അവരെ കാണാം. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ വിഷ് ചെയ്യാറുണ്ട് അവരെ. യുദ്ധത്തെ കുറിച്ച് പറയോ? നിങ്ങൾ യുദ്ധം അവിടെ ചെന്ന് അനുഭവിച്ചോ?
അല്ലെങ്കിൽ യുദ്ധത്തിന്റെ എന്തെങ്കിലും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ അനുരണനങ്ങൾ ഉണ്ടായിരുന്നു, ശബ്ദങ്ങൾ കേട്ടോ യുദ്ധത്തിന്റെ? ഇല്ല, അങ്ങനെ ശബ്ദമൊന്നും കേട്ടിട്ടില്ല. പക്ഷെ നമ്മൾ ഈ ഫോണിലെ ന്യൂസ് അറിയുന്നുണ്ടായിരുന്നു. അതിന്റെ പേടി ഉണ്ടായിരുന്ന? പേടി എന്ന് പറഞ്ഞാൽ ഉള്ളിലൊരു പേടിയുണ്ട്. ലൈക്ക് ഉക്രൈന്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലം എന്ന രീതിയിൽ നമ്മൾ അവിടെ 1-2 സ്ഥലത്ത് വിസിറ്റ് ചെയ്യാൻ പോയി. അതിനുശേഷം അന്ന് വൈകുന്നേരം നോക്കിയപ്പോ അതിന്റെ കുറച്ചടുത്തായിട്ടൊരു ബോംബ് വീണു. അതൊക്കെ കേട്ടപ്പോ ഒരു ചെറിയൊരു. നിങ്ങൾ എന്തൊക്കെ തരം മീറ്റിങ്ങുകളിലാണ് അവിടെ പങ്കെടുക്കുമായിരുന്നത്? മീറ്റിംഗ്സ്, നമ്മുടെ ഈ റഷ്യൻ പുരോഹിതരുണ്ടല്ലോ, അവരുടെ ലിറ്ററേച്ചർ, അവരുടെ റൈറ്റിങ്സ്, നമ്മുടെ ആർക്കാദി ഗൈദാർ, അതുപോലത്തെ വളരെ വളരെ എഴുത്തുകാരുടെയൊക്കെ കുറിച്ചുള്ള അവരുടെ കുറച്ച് ഓർമ്മകളുള്ള കാര്യങ്ങൾ നമ്മുടെ മീറ്റിംഗ്സ് ഉണ്ടായിരുന്നു. ക്ലാസ്, നമ്മുടെ ആർട്ടിക്കിൽ തന്നെ ഒരു സ്കൂളുണ്ട്. അപ്പോൾ ചൊവ്വ, വ്യാഴം, ശനി ഈ 3 ദിവസത്തില് രാവിലെ ഒരു 9:30 തൊട്ട് ഒരു 11:30 വരെ നമ്മൾ സ്കൂളിൽ പോയിരിക്കും. അവിടെ നമുക്കൊരു സാറുണ്ട്, ഗവ്രിലോവ് എന്നാണ് സാറിന്റെ പേര്. റഷ്യൻ എഴുതാനും വായിക്കാനും പഠിപ്പിച്ചു സാർ. പഠിച്ചെന്ന് പറയുമ്പോ ഇപ്പൊ അങ്ങനെ ഇപ്പൊ പെട്ടെന്ന് കേട്ടാ ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്, ദസ്വിദാനിയ, ബൈ ബൈ, അത്ര അറിയാല്ലേ? നമ്മുടെ ഈ ബേസിക് കോൺവെർസേഷൻസ് ഉണ്ടല്ലോ, ഇപ്പോ ഹലോ, ഹൗ ആർ യു, സ്പസീബ, താങ്ക് യു, കർത്തവ്യ സവൂത്, വാട്ട്സ് യുവർ നെയിം, അതൊക്കെ നമ്മളിങ്ങനെ ഒരു ബേസിക്കലി നമ്മളിപ്പോ ഒരാൾ വന്ന് ഇന്ത്യക്കാരല്ലേ, അപ്പൊ ഇങ്ങനെ കൗതുകം കാണുമല്ലോ, അപ്പൊ വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ട ബേസിക്സ് നമുക്ക് ഇങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. റഷ്യൻ അപ്പൊ കുറച്ചെങ്കിലും പഠിച്ചു. ഞാൻ തിരിച്ചു വന്നിട്ട് റഷ്യൻ നന്നായിട്ട് പഠിച്ചു, വായിക്കാൻ പഠിച്ചു. ലൈക്ക് നമുക്ക് ഒരുപാട് വേർഡ്സിന്റെ മീനിങ് അറിയില്ല, വായിക്കാം, എഴുതാനും അത്യാവശ്യം അറിയാം. പിന്നെന്തായിരുന്നു അവിടെ പറയാനുള്ള നമ്മുടെ ഇപ്പൊ ഈ കേരളത്തിലെ കുട്ടികളോട് നിങ്ങൾക്ക് പറയാനുള്ള ആർത്തേക്ക് അനുഭവം എന്താണ്? അപ്പൊ എന്റെ അനുഭവം മുഴുവൻ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ബീനാണ്ട് റഷ്യയിൽ. അപ്പൊ എനിക്കിനി പ്രത്യേകിച്ച് പുതുതായിട്ടൊന്നും പറയാനില്ല. നിങ്ങൾക്ക് എന്താണ് അതിനകത്ത് കൂട്ടിച്ചേർക്കാനുള്ളത്? മെയിൻലി ഉള്ള ട്രാവൽ എക്സ്പീരിയൻസ്. ഇത് അന്ന് ഇപ്പൊ മാം പോയൊരു സമയം ആയിരിക്കില്ല ഇന്ന്. അപ്പൊ അതിന്റെ ട്രാവലിംഗിന്റെ ആ ഒരു രീതി എല്ലാം മാറി. ടോട്ടലി റഷ്യ തന്നെ. നിങ്ങൾ എങ്ങനെയാ പോയത്? ഏത് വഴിക്കാ? നമ്മള് ആദ്യം ഇവിടുന്ന് ഡൽഹി നമ്മൾ ഫ്ലൈറ്റിലാണ് പോയത്. അതിനുശേഷം ഡൽഹിയിൽ നിന്ന് റഷ്യയിലേക്ക് മോസ്കോയിലേക്ക് ഫ്ലൈറ്റിൽ പോയി. ഓക്കെ, മോസ്കോ ഒക്കെ കണ്ടു വന്നിട്ട്? പുതിയ മോസ്കോ എങ്ങനെയുണ്ട്? പുതിയ മോസ്കോ എന്ന് പറയാൻ നമ്മൾ പഴയ മോസ്കോ പക്ഷെ ഇത് വിഷ്വൽസിലൊക്കെ കണ്ട് ടെക്സ്റ്റ് ബുക്കിൽ കണ്ട് പരിചയമുണ്ട്. എന്നിട്ട് അവിടുന്ന് ട്രെയിനിലായിരുന്നു. നല്ല ട്രെയിൻ യാത്രയായിരുന്നു. ഒരുപാട് കൃഷിപ്പാടം, അതുപോലെ ചില ന്യൂക്ലിയർ റിയാക്ടേഴ്സിന്റെ ചില സ്ഥലമൊക്കെ. അതൊക്കെ പുതിയതാ, ഇപ്പൊ വന്നത്. ഒരുപാട് ബിൽഡിങ്സ് ഉണ്ടായിരുന്നു. അതുപോലെ ട്രെയിനിൽ വെച്ച് ഒരുപാട് ഫ്രണ്ട്സ്, അതുപോലെ കുറച്ച്. അല്ല, ആർത്തേക്കിൽ പോകുന്ന ഈ ഇതിൽ പോകുന്ന കുട്ടികൾ മാത്രമല്ല. അല്ലല്ല, ഞങ്ങൾ പോകുമ്പോ ആ ട്രെയിൻ ഫുൾ ആർത്തേക്ക് കുട്ടികൾ മാത്രമല്ല, ഇത് സാധാരണ ആൾക്കാരും ഉണ്ട് ട്രെയിൻ. നമുക്ക് കുറച്ച് ഇന്ററാക്ട് ചെയ്യാൻ. ലൈക്ക് അവർക്കൊന്നും ഇംഗ്ലീഷ് ഭാഷ ഭയങ്കര പ്രശ്നം. നിങ്ങൾ ഞാനും ഒക്കെ ആംഗ്യ ഭാഷയിലായിരുന്നു. അവര് ആഹാരം കഴിക്കാനൊക്കെ വന്ന് വിളിക്കുന്നത് കൈകൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിച്ചിട്ടൊക്കെ ആയിരുന്നു. അതെ, നമ്മുടെ ക്യാമ്പിൽ നമ്മൾ പോകുന്ന വഴിക്ക് ഈ ട്രെയിനിനകത്ത് ഒത്തിരി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളില്ല. മംഗോളിയിൽ നിന്നൊരു കുട്ടി ഉണ്ടായിരുന്നു, ആനാന്ന് പറഞ്ഞ കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് മാത്രം കുറച്ച് ഇംഗ്ലീഷ് അറിയാം. അതും നമ്മളിങ്ങനെ സ്പീഡിൽ പറയുമ്പോൾ അത് നിർത്തി പറയണം. അപ്പം അത്ര നന്നായിട്ട് അറിയത്തില്ല. നമ്മുടെ പോയ ട്രെയിനിൽ നമ്മളൊരു ആർമിയാണെന്ന് തോന്നുന്നു, ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, റഷ്യൻ ഉണ്ടായിരുന്നു. അതേ നല്ല വൃത്തി ഹിന്ദി അറിയാം, ഇംഗ്ലീഷ് അറിയാം. അപ്പോൾ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങനെ പെട്ടു അവിടെ. അവിടുന്ന് നമ്മള് ബസ്സിൽ കയറി ഒരു 20 മിനിറ്റ് യാത്ര. നമ്മുടെ ചെക്കിംഗ് ഒക്കെ കോവിഡ് കാലമല്ലായിരുന്നു. അപ്പൊ നമ്മുടെ ഹെൽത്ത് നോക്കി, നമ്മുടെ വാക്സിൻ എല്ലാം നോക്കി, നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം നോക്കിയിട്ട് നമ്മള് അവിടെ ആ സമയത്ത് നമ്മുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, വാക്സിനേഷൻ. കോവിഡ് കഴിഞ്ഞ് പിന്നെ ക്യാമ്പിലെത്തുന്നു. എങ്ങനെയുണ്ടായിരുന്നു കരിങ്കടൽ? അത് കുളി ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് നീന്തൽ അറിയായിരുന്നോ? എനിക്കറിയാം. ഞാൻ അവിടെ വെള്ളത്തിൽ പോയി, എന്നെ അവർ രക്ഷിക്കുകയോ ചെയ്ത്? അങ്ങനെ വല്ലതും സംഭവിച്ചോ? ഞാൻ ഒരുപാട് വെള്ളമൊക്കെ കുടിച്ചോളൂ. അതെ, എനിക്ക് നീന്താൻ അറിയാം. കടലിലെ എല്ലാം നീന്തി. ദിവസം കമ്പൽസറി അല്ലായിരുന്നു നീന്തൽ? ഞങ്ങൾക്ക് പക്ഷെ എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കമ്പൽസറി 2 മണിക്കൂർ മാം, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? മാം പോകുമ്പോ ആർട്ടിക്കിന്റെ സൈസ്
ഇപ്പം അപ്രോക്സിമേറ്റ്ലി എത്ര വലുതായിരുന്നു ക്യാമ്പ്? അതൊരു വലിയ രാജ്യം പോലായിരുന്നു. ഒരിടത്തുനിന്ന് നമുക്ക് നമ്മുടെ ഈ ക്യാമ്പിൽ തന്നെ ഒരിടത്തുനിന്ന് വേറെ ഇടത്തൊന്നും എത്താൻ പറ്റത്തില്ല, ബസ്സിൽ തന്നെ പോകണം. എനിക്ക് തോന്നുന്നു ഇപ്പൊ അത് ചുരുങ്ങി ചെറുതായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? 1500 ഏക്കർ എന്തോ, 1500 ഏക്കർ ഇപ്പൊ. അപ്പൊ അത് ഇത് ചെയ്ത് കാണും. ഇപ്പൊ എൻ്റെ എന്ന് വെച്ചാൽ കുട്ടിക്കാലത്ത് നമ്മളൊരു കാര്യം കാണുന്നത് ഇപ്പൊ കാണുന്നത് വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ കാണുമ്പോൾ അതൊരു വലിയ വേറൊരു രാജ്യം എന്ന് തന്നെ എനിക്ക് തോന്നും. നിറയെ പൂക്കളായിരുന്നു. ഇപ്പോഴും അതുണ്ടോന്ന് എനിക്കറിയില്ല. പൂക്കളുടെ ഒരു സ്ഥലം, പൂമ്പാറ്റകളുടെ ഒരു സ്ഥലം, മരങ്ങൾ. അപ്പൊ നമ്മൾ മൊത്തത്തിലൊരു വേറൊരു ഡ്രീം ലാൻഡില് ജീവിച്ച പോലായിരുന്നു. ഞാൻ പിന്നെ നല്ലതായിട്ട് അവിടെ മുഴുവൻ ഓടി ചാടി നടക്കുന്ന ഒരാളുമായിരുന്നു. ഫുൾ ഇതുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് കലാപരിപാടികളായിരുന്നു. നിങ്ങൾക്ക് ഉണ്ടായിരുന്നായിരിക്കും. ഞാൻ ഡാൻസ് ചെയ്യാനായിട്ട് ഒരുപാട് ഡാൻസ് അവിടെ പോയി കളിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് ഡാൻസ് അല്ല, ഞാൻ സിംഗിൾ ഡാൻസും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഓരോ ദിവസം ഇന്ത്യയുടെ ദിവസം അതുണ്ടായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾക്ക് ഒരു വലിയ എക്സിബിഷൻ സംഘടിപ്പിക്കണം. അപ്പം നമ്മൾ വരച്ച പെയിന്റിങ്സ്, ഞാൻ പിന്നെ ഈ ഡാൻസിന്റെ വേഷങ്ങൾ. അന്ന് യേശുദാസ് ആദ്യമായിട്ട് പാടി ഗുരുത്തര ഗാവ് ബെട പ്യാര എന്നൊക്കെ ഉള്ള പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കാസറ്റ് ആയിരുന്നു. അന്നൊക്കെ വീഡിയോ ഇതാണ് ഓഡിയോ കാസറ്റിന്റെ കാലമാണ്. അത് കൊണ്ടുപോയി അങ്ങനെ ഒരു ഇന്ത്യൻ അറ്റ്മോസ്ഫിയർ ഞങ്ങൾ അവിടെ ഉണ്ടാക്കിയായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു ഇതിപ്പം ആർത്തിയൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറേ നാളുണ്ടായിരുന്നിട്ട് ഇത് ഗ്ലാസസിന്റെ ബിസ്കോട്ടിയുടെ കാലത്ത് ഇത് ഇല്ലാതായി. പിന്നെ വീണ്ടും ഇപ്പം അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് അതെനിക്ക് തോന്നുന്നു ഒരു റിസോർട്ട് പോലെയൊക്കെ കൊടുത്തിരിക്കുമായിരുന്നു. ഇപ്പൊ ഈ നിങ്ങൾ പോയ വർഷമാണ് അത് റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വീണ്ടും കുട്ടികളെ ലോകത്തിന്റെ പല ഭാഗത്ത് കൊണ്ടുവരുന്നത്. അതിന്റെ ഒരു എക്സ്പീരിയൻസിന്റെ ഭാഗമായി എന്ന് പറയുന്നത് വലിയ സന്തോഷിക്കേണ്ട, ശരിക്കും അഭിമാനിക്കേണ്ടയും കാര്യമാണ്. പിന്നെ നേരത്തെ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ആർത്തേക്ക് ഹീറോ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോജക്റ്റ് ചെയ്തു. എന്തായിരുന്നു പറഞ്ഞാൽ ആർത്തേക്ക് പോയ ഒരാളെ, ആർത്തേക്ക് നമ്മുടെ ഏരിയ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നിന്ന് ഇതിനു മുമ്പേ ഒരാൾ പോയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അദ്ദേഹത്തെ അല്ലെങ്കിൽ അവരെ കുറിച്ച് എഴുതി നമ്മളൊരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ. അപ്പൊ ശരിക്കും ഒരു ആർത്തേക്കിന്റെ ഈ ഇപ്പം ഉള്ളത് എന്തെന്ന് വെച്ചാൽ ആർത്തേക്ക് അലുമിനി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുണ്ടോ അതിനകത്ത്? അപ്പൊ അത് ശരിക്കും യുണൈറ്റഡ് നേഷൻസിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ആർത്തേക്ക് ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയുണ്ട് ലോക സമാധാനത്തിന് വേണ്ടി. ഇപ്പൊ നമ്മളൊക്കെ അതിൽ അംഗമാണ്. ഞങ്ങളൊക്കെ ഇപ്പം ആർത്തേക്ക് ഗ്ലോബൽ എന്ന് പറയുന്ന സംഘടനയുടെ ഭാഗമായിട്ട് യുണൈറ്റഡ് നേഷൻസുമായിട്ട് പങ്കുചേർന്നുകൊണ്ട് ലോക സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പരിപാടികൾ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്കും അതിനകത്ത് ആർത്തേക്ക് അലുമിനി ആകാം. ആർത്തേക്കിയൻസ് എന്നാണ് പറയുന്നത്. ആർത്തേക്കിന്റെ ഓൾഡ് സ്റ്റുഡൻസ് എന്നൊക്കെ പറയുന്ന പോലെ ആർത്തേക്ക് അലുമിനി എന്നുള്ളത്. അപ്പൊ അത് ലോകത്തിന് ഈ ഒരു യുദ്ധം വരരുത് എന്നുള്ളതാണ് നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാമിൻ്റെത് യുദ്ധം അല്ല പീസ് പ്രൊമോട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ആർടെക്കിന്റെ തീം എന്ന് പറയുന്നത് ഞാൻ ആ ഒരു കണ്ടക്സ്റ്റിൽ പറയുന്നത് വെച്ചാൽ നമ്മുടെ ലോകം മൊത്തം അടച്ചുപൂട്ടിയൊരു സമയമാണല്ലോ ഈ 19-20. ആ സമയം ആർക്കും പുതിയ ഇങ്ങനെ വരുന്ന കുട്ടികൾക്ക് കൂട്ടുകാരുണ്ടാക്കാൻ അറിയത്തില്ല, സംസാരിക്കാൻ വേണ്ടി ഫോണിലും കമ്പ്യൂട്ടറിലും വായിപ്പോയില്ലേ ചെയ്തത്. അതൊരു മാറ്റിയെടുക്കാനും അവരുടെ ബാക്കിയുള്ള ലോകത്തിനെ പരിചയപ്പെടുത്താനും അവരുടെ ജീവിതം മനുഷ്യ ജീവിതമാക്കി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒരു കൺസെപ്റ്റാണ് ഈ ആർടെക്. അതിന്റെ നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് മേക്ക് എ ഫ്രണ്ട് എന്നാണ്. മേക്ക് എ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവിടെ പോയി നമ്മൾ സംസാരിച്ചു. നമ്മുടെ ക്യാമ്പിൽ തന്നെ ഗിഗോർ എന്ന് പറഞ്ഞ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഇവന്റെ പ്രായം റൂംമേറ്റ് ആണ്. നമ്മൾക്ക് ബങ്ക് ബെഡ് ആണ്, ഒരു മുറിയിൽ 8 ബെഡ്, അതിന്റെ ബങ്ക് ബെഡ് ഇങ്ങനെ എന്റെ തൊട്ട് മേളിലാണ് അവൻ കിടന്നിരുന്നത്. അവൻ നല്ല വൃത്തി ഇംഗ്ലീഷ് സംസാരിക്കുന്നത്, അവനും എന്റെ ചേട്ടന് നല്ല വൃത്തിയെ പറയും. അപ്പൊ നമ്മൾ അവന്റെ ത്രൂ ആണ് ഇങ്ങനെ നമ്മൾ സോ നമ്മുടെ കൺസെപ്റ്റ് എന്നുള്ള മേക്ക് ഓഫ് ഫ്രണ്ട് നമ്മൾ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. വി മേഡ് സോ മെനി ഫ്രണ്ട്സ്. വെരി ഗുഡ്. നമ്മുടെ ക്യാമ്പിന്റെ ഒരു തീം ആർടെക് ആഡ് മീ ആസ് എ ഫ്രണ്ട്. ആർടെക് ആഡ് മീ ആസ് എ ഫ്രണ്ട്. ഓക്കെ. അല്ലെങ്കിലും ഇങ്ങനെ ഒരു ക്യാമ്പിൽ നമ്മൾ പോയി കഴിയുമ്പോഴേ നമ്മളുടെ ജീവിതം ഇനിയുള്ള നിങ്ങളുടെ ജീവിതം നമ്മുടെ ചുറ്റുള്ള ബാക്കി കുട്ടികളുടെ പോലെ ആയിരിക്കില്ല. ഇപ്പൊ തന്നെ നിങ്ങളുടെ ബ്രെയിൻ എല്ലാം വേറെ രീതിയിലാവും. ഇപ്പൊ ആരെ വേണോ നമുക്ക് സുഹൃത്തുക്കളാക്കാൻ പറ്റും. ഇപ്പൊ എൻ്റെ ജീവിതത്തിനകത്തുനിന്ന് ഏതാണ്ട് ഒരു ഞാനിപ്പോൾ പോയിട്ടുള്ള ഒരു 47 വർഷത്തെ ഇതിനകത്തുനിന്ന് ഞാൻ ആലോചിക്കുമ്പോൾ ഈ കഴിഞ്ഞ കാലത്തൊക്കെ ആർത്തേക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ എവിടെ ചെന്നാലും ആളുകളെ സ്നേഹിക്കാൻ പറ്റും. ഏത് നിറം, പിന്നെ എന്താണ് മനുഷ്യൻ്റെ രൂപം, ഭാഷ ഒന്നും നമുക്ക് പ്രശ്നമില്ല. നമ്മൾ ആ വ്യക്തിയെ നമുക്ക് ഹൃദയത്തിൽ ചേർത്ത് സ്നേഹിക്കാൻ പറ്റും. അതാണ് എനിക്ക് ആർത്തേക്ക് തന്ന ഏറ്റവും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. ആർത്തേക്കിൻ്റെ മാത്രമല്ല, അത് ശരിക്കും ലോകം മുഴുവൻ തന്നെ ഇത്തരം ക്യാമ്പുകൾ പടരണമെന്നും ഇത്തരം ഒരു ഇഴുകിച്ചേരൽ അവിടുന്ന് ഇവിടുന്ന് എല്ലാവരും കൂടി ചേർന്ന് കിടന്ന് ബഹളം വെക്കുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് നമുക്കുണ്ടാകുന്നത് ഇതാണ്. ഇതൊരു വലിയ അനുഭവമാണ്. ശരിക്കും ഈ അനുഭവം ഇപ്പോഴല്ല, നിങ്ങൾ വലുതായി കഴിയുമ്പോഴാണ് അറിയുന്നത്. ശരിക്കും ആർത്തേക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തുണ്ടാക്കിയിരിക്കുന്ന ഹീറോകളിൽ ഒരാളാണ് ഞാനെന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്നെ ഞാനാക്കി പിന്നെന്നുള്ളത് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കുട്ടിത്വമൊന്നും പോകത്തില്ല. നമ്മൾക്ക് തലച്ചോറിൽ ഇതിങ്ങനെ അങ്ങ് വരച്ചിടുവാണ് ആർത്തേക്ക് നമ്മുടെ ഉള്ളിലൊരു വികാരം. ആ വികാരവുമായി ജീവിച്ച് നമ്മുടെ ജീവിതം അവസാനിക്കുന്നവരെ ഇത് നമ്മുടെ കൂടെ കാണുന്നുള്ളതിൽ വളരെ
സന്തോഷമുണ്ട്. പിന്നെന്താണ് എനിക്ക് ഈ സൗഹൃദത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ആർത്തേക്ക് ഇന്ന് കിട്ടിയ ഒരു ഫ്രണ്ട് ഇപ്പോഴും എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. മിഹിറിൻ എന്ന് പറഞ്ഞ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു ബുക്ക് മിഹിറിൻ എന്ന് പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ മിഹിറിനുള്ള കത്തുകൾ, ഞാൻ ഇവിടെ വന്ന് റഷ്യൻ പഠിച്ചത് പോലും എൻ്റെ റഷ്യൻ കൂട്ടുകാർക്ക് കത്ത് എഴുതാനാണ്. മിഹിറിന് റഷ്യനിൽ കത്ത് എഴുതിയിരുന്നു. അപ്പം ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ ഒറ്റോട് ആർത്തേക്ക് ശരിക്കും നമ്മളെ മാറ്റിമറിക്കും. അപ്പം അത്തരം മാറ്റിമറിക്കൽ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്? ഒരു ഭാഷ ഒരിക്കലും ഒരു മതിലല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി. അതെ, കാരണം ഒന്നുമില്ല എങ്കിലും നമ്മൾ ഇപ്പോ പിന്നെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്, ഫോണിൽ ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട്. അതായിരുന്നു ശരിക്കും നമ്മുടെ ഒരു ഞങ്ങൾക്ക് പക്ഷെ ആവുന്നില്ല, മറ്റേ മനുഷ്യ ട്രാൻസ്ലേറ്റർമാരായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങൾക്കൊരു ഈറയും സാഷയും ഹെലനും ഒക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ എനിക്ക് ഇപ്പോഴും ഞാൻ എൻ്റെ എന്താ പറയുന്നത് ഹൃദയത്തിനകത്തുണ്ട്. എന്ന് വെച്ചാൽ അത്ര സ്നേഹത്തോടു കൂടിയായിരുന്നു അവർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അന്ന് ടെക്നോളജി ഒന്നും ഇല്ലല്ലോ. അല്ലെ, അതുപോലെ നമുക്ക് ഇപ്പൊ മാം പറഞ്ഞ പോലെ സാഷ, ഈ പേര് അവിടെ ഇഷ്ടം പോലെ നമ്മുടെ ക്യാമ്പിൽ തന്നെ 3-4 പേരുണ്ട്. സാഷ, ഡയാന, ആഷ, അങ്ങനത്തെ ഒരുപാട് പേര്. നമ്മള് അവരെ മലയാളം പഠിപ്പിക്കുന്നു, മലയാളം പഠിപ്പിക്കുന്നു. നമ്മുടെ ക്യാമ്പിലുള്ള ഒരു കുട്ടി എന്ന് പറയുമ്പോൾ അവൻ 7-8 ആണ്. അവന്റെ പേര് വലേറ എന്നാണ്. വലേറ ഒരു റഷ്യൻ കുട്ടിയാണ്. അപ്പൊ നമ്മൾ അവനെ മലയാളം ഇങ്ങനെ പഠിപ്പിക്കുന്നു. അപ്പോൾ അവൻ്റെ അടുത്ത് പോയപ്പോൾ മലയാളം പറഞ്ഞ് അവന് മനസ്സിലാവും മലയാളമാണെന്ന്. അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മൾ അങ്ങനെ പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ അവർ മറക്കാത്ത രീതിയിലും ആണ് നമ്മൾ അവിടെ പോയിട്ട് വന്നത്. പക്ഷേ ആ ഒരു സമയം അത് മാം പറഞ്ഞതുപോലെ മറക്കാൻ പറ്റൂല. ആ ഫ്രണ്ട്സ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയും കൂടെ ഗ്ലേബ് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനുണ്ട് എനിക്ക്. അവന് നല്ല വൃത്തി ഇംഗ്ലീഷ് പറയും. അവനും നമ്മളൊക്കെയാണ് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലാണ് അവൻ്റെ വീട്. സ്നോ ഒക്കെ വീടിൻ്റെ ഫോട്ടോ വീഡിയോ ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഈ ആർത്തേക്ക് എന്ന് പറയുമ്പം എൻ്റെ ഈ ബീനകണ്ഠ റഷ്യ എന്നുള്ള പുസ്തകം വഴി കേരളത്തിലെ പല പല തലമുറകൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം ശരിക്കും ആർത്തേക്കിനെ കുറിച്ച് നമ്മുടെ ഉള്ളിലുള്ളത് നമ്മൾ പറഞ്ഞു. സ്നേഹം, സൗഹൃദം, സമാധാനം, സന്തോഷമൊക്കെ. അതിനപ്പുറത്ത് അവിടുത്തെ പ്രകൃതിക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പൂക്കൾ, പിന്നെ കരിങ്കടൽ, പിന്നെ കരടി പർവ്വതം, ബെയർ മൗണ്ടൻ എന്നൊക്കെ പറയുന്നത് ആ ഒരു സ്വപ്നത്തിലുള്ളൊരു സ്ഥലമാണ് എനിക്ക് ഈ വർഷമോ അടുത്ത വർഷമോ ഞാൻ അവിടെ പോകാൻ ഉദ്ദേശിക്കുന്നത്. അത് പറഞ്ഞപ്പോൾ നമ്മൾ അടുത്ത വർഷം നമ്മുടെ ആർത്തേക്ക് 100ാം വാർഷികം ആഘോഷിക്കുകയാണ്. 1925 സ്റ്റാർട്ട് ചെയ്തു, 2025. അപ്പം 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ അവിടെ പോകണം എന്നുണ്ട്. കഴിഞ്ഞ ഈ 2020 അവരെന്നെ വിളിച്ചിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ ആർത്തേക്ക് ഗ്ലോബൽ അലുമിനിയുടെ ഭാഗമായിട്ട് ഒരു വലിയ ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ നടന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ജഡ്ജായിരുന്നു ഞാൻ. അത് വീഡിയോ കോമ്പറ്റീഷനും ഉണ്ടായിരുന്നു, എസ്സേ കോമ്പറ്റീഷനും പെയിന്റിംഗ് കോമ്പറ്റീഷനും. ഇന്റർനാഷണൽ ജഡ്ജ് എന്നുള്ള നിലയ്ക്ക് അവരെന്നെ വിളിച്ചിരുന്നു. അപ്പോഴേക്കും കോവിഡ് വന്ന് എല്ലാം പൂട്ടി, പോകാൻ പറ്റിയില്ല. അപ്പം ഈ സ്വപ്നം എൻ്റെ ഉള്ളിലുണ്ട്. അപ്പം നിങ്ങൾ ആ സ്വപ്നത്തിൽ നിന്ന് എനിക്ക് ഇപ്പം എങ്ങനെയാണ് അവിടെ ഞാനിപ്പോൾ ചെല്ലാൻ ഇരിക്കുന്ന എൻ്റെ മനസ്സിലേക്ക് ഒന്ന് പറഞ്ഞു തരും, എങ്ങനെ ഇപ്പം അവിടെ ഇരിക്കുന്നത്? ഇപ്പോഴത്തെ ടെറൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഈ കരടി പർവ്വതം അത് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അതുപോലെ കരിങ്കടൽ, അത് നമ്മൾ അവിടെ നിന്ന് ആർട്ടിക്കിൽ നമ്മൾ ഈ ബസ്സില് ആർട്ടക്കിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ ഇതാണ് ആദ്യം കാണുന്നത്. ഈ കരിങ്കടലും കരടി പർവ്വതവും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ദൃശ്യമാണ് ആദ്യം കാണുന്നത്. പിന്നെ ഫോറസ്റ്റ് ഏരിയ, അത് വളരെ കാരണം പ്രകൃതി ആണ്. കാരണം ഇതൊരു കടലിന്റെ തീരം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് എക്സ്ട്രീം ടെമ്പറേച്ചർ ഇല്ല, എപ്പോഴും ഒരു മൈൽഡ് ടെമ്പറേച്ചർ. അതുകൊണ്ട് നമ്മുടെ റഷ്യൻ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ മഞ്ഞ് ആ സമയത്ത് ഡിസംബറിൽ കാണാം. നമ്മൾ ആ സമയത്ത് ജൂൺ ജൂലൈ ആണല്ലോ പോകുന്നത്. ഒരു മൈൽഡ് ടെമ്പറേച്ചർ. അതുപോലെ നമ്മൾ ട്രക്കിങ്ങിന് പോയത്, കരടി പർവ്വതത്തിൽ ട്രക്കിങ്ങിന് പോയത്. ഞാൻ പോയിട്ടില്ല, അത് പക്ഷേ നമുക്കത് പോയി. വളരെ വലിയ എക്സ്പീരിയൻസ്. അതെന്തോ ഇവർക്ക് ചെറിയ എന്തോ പ്രശ്നം ഉണ്ടായി. പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാല് കേറാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. ലൈക്ക് സ്റ്റീപ്പാണ് വളരെയധികം. നമ്മളെത്തി മുകളിലെത്തി നമ്മളെ മുഖത്തിങ്ങനെ ആർട്ടക്കിന്റെ കളർ വെച്ച് പെയിന്റ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്തു. അത് നമ്മുടെ താഴെ ആ മൗണ്ടന്റെ താഴെ ഒരു കല്ല് നമ്മളെ കയ്യിൽ വെച്ചേക്കും, ഒരു ചെറിയ കല്ല്. അതിനെ കൊണ്ട് നമ്മളിങ്ങനെ മുകളിൽ വെക്കണം. നമ്മള് കയറി എന്നുള്ള ഇതില് സിമ്പല് കൊണ്ട് വെച്ചിട്ട് നമ്മൾ താഴെ ഇറങ്ങി. അന്നത്തെ ദിവസം ഭയങ്കര മെമ്മറബിൾ ആയിരുന്നു. തിരിച്ച് വൈകിട്ട് വന്ന് രാത്രി കാല് വേദനിച്ച് ഭയങ്കര. പക്ഷെ ആ ഒരു വേദനിച്ചെങ്കിലും വൈകിട്ട് നമ്മുടെ ഡിന്നർ കഴിഞ്ഞിട്ട് അവിടെ നമ്മുടെ ക്യാമ്പിന്റെ എൻട്രൻസിന്റെ മുമ്പ് നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ നേരെ നോക്കിയാൽ നമുക്ക് ബെയർ മൗണ്ടനും കടലും ഇങ്ങനെ കാണാൻ പറ്റും, നേരിട്ട് കാണാൻ പറ്റും ഇങ്ങനെ. ആ അവിടെ നിന്ന് അവിടെ ഒരു ചെറിയ കാറ്റൊക്കെ അടിക്കും, വൈകിട്ട് കടൽ കാറ്റടിക്കും. ആ അവിടെ നിന്നൊരു ഫീലിംഗ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതാണ് ആർത്തേക്ക്. നമുക്ക് പറഞ്ഞു പറയാൻ
ഞാൻ ഇവിടെ വന്നിട്ട് ശരിക്കും 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ സ്കൂളിൽ അസംബ്ലി പള്ളി ഇതിനെക്കുറിച്ച് പറയുന്നു, അതിന് പുസ്തകം എഴുതുന്നെങ്കിൽ ഇപ്പോഴും ഞാൻ ആ ഒരു ലഹരിയാണ് ആർത്തേക്ക് എന്ന് കേൾക്കുമ്പോൾ. പിന്നെ അതേ ഇത് ആർത്തേക്കിന്റെ ഇതൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ, തൊപ്പി, കുറേ സാധനങ്ങൾ. പക്ഷെ ഞങ്ങൾക്ക് വെള്ളത്തൊപ്പിയായിരുന്നു, വെള്ളയിൽ നീല വര. എൻ്റെ ഇപ്പോഴും ഉണ്ടത്. അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ഉടുപ്പുണ്ട്, ഒരു തൊപ്പി കൊണ്ടുവരാൻ മാത്രമേ പറ്റൂ. ഓക്കെ. ഇപ്പൊ അങ്ങനെ അന്ന് ഞങ്ങൾക്ക് തന്നായിരുന്നു ടീഷർട്ട്. അതിനകത്ത് എല്ലാ രാജ്യങ്ങളിലെ കുട്ടികളുടെയും പടങ്ങളുള്ള ടീഷർട്ട് ഉണ്ട്, അതുണ്ട്. അത് തന്നു. പിന്നെ ബാഡ്ജുകൾ നിറച്ചു തന്നു ഞങ്ങൾക്ക്. എനിക്കൊരു 100 ബാഡ്ജുകൾ തന്നു. പിന്നെ അന്ന് പിന്നെ അവര് അപ്പൊ ലെനിന്റെ ഇതാണല്ലോ ഇവര് ഇത് ചെയ്തിരിക്കുന്നത്. ലെനിൻ പറഞ്ഞ എന്താണ് ഏറ്റവും നല്ലത് കുട്ടികൾക്കെന്ന്. അപ്പൊ ആ ലെനിന്റെ ഇതിന് വേണ്ടിയിട്ടാണ് ഈ സോഷ്യലിസ്റ്റ് റഷ്യ അല്ല സോവിയറ്റ് യൂണിയൻ ഇത് ഉണ്ടാക്കിയത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാം ഫ്രീ ആയിരുന്നു. നമ്മളെ നിറയെ സമ്മാനങ്ങളൊക്കെ തന്നിട്ടാണ് അവർ തന്നത്. ഈ റഷ്യൻ മറ്റേ മെട്രിയോഷ്ക പാവയുണ്ടല്ലോ ഓരോന്നിനകത്തകത്ത് വെക്കുന്നത്, അതുപോലെ ടെഡി ബെയേഴ്സ്, അങ്ങനെ ഒത്തിരി സമ്മാനങ്ങളുമായിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. എൻ്റെ ഇപ്പോഴും അതൊക്കെ ഇരിപ്പുണ്ട്, ആ സമ്മാനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ആർത്തേക്കിനെ ഓർക്കണമല്ലോ, ആ സമ്മാനങ്ങൾ ഓർക്കുന്നുണ്ട്. തൊപ്പി തന്നില്ലേ, ഇതാണ് ആർത്തേക്ക് എന്നാണ് എഴുതുന്നത്. നമ്മുടെ ഈ PR ആണ്, PM. അത് M അവര് ശരിക്കും ഷോർട്ട് ഹാൻഡിൽ എഴുതുന്ന ഒരു രീതിയാണ്. അതെ അതെ, അതാണ് റഷ്യനിലുള്ള ആർത്തേക്ക് എന്നുള്ളതാണ്. എന്തായാലും വളരെ സന്തോഷം. എന്ന് വെച്ചാൽ ആർത്തേക്കുന്ന കഥകളുമായി വന്ന 2 കുഞ്ഞുങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ എൻ്റെ ഈ പ്രായത്തിൽ എനിക്ക് നിങ്ങളോട് കുറച്ചൊരു ആർത്തേക്കിനെ കുറിച്ച് സംസാരിക്കും. വേറെ ആരോടും പറഞ്ഞാൽ അത് മനസ്സിലാവില്ല, ആ ഒരു വികാരം മനസ്സിലാവില്ല. അപ്പോൾ ആർത്തേക്കിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കേട്ട സന്തോഷത്തിലാണ് ഞാൻ നിങ്ങൾ അവിടെ ചെന്ന് ഇപ്പോഴത്തെ ആർത്തേക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞതെന്ന്. വളരെ നന്ദി. ആർത്തേക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും പാട്ടുകളാണ്, ആർത്തേക്കിലെ പാട്ടുകൾ. നിങ്ങൾക്ക് കാണുമായിരിക്കില്ല അങ്ങനെ ഒരുപാട് പാട്ടുകളുടെ ഓർമ്മകൾ. ഏറ്റവും പ്രധാനപ്പെട്ട പാട്ട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പുസിഗ്ദ ബുജി സോങ്സ് തന്നെയാണ്. അതായത് അത് എന്നെന്നും നമ്മൾ ഈ എല്ലാം കുട്ടികൾക്ക് നല്ലതായിരിക്കട്ടെ എന്നുള്ള ചിന്തയാണ്. അതായത് എന്നും സൂര്യോദയം ഉണ്ടാകട്ടെ, എന്നും നീലാകാശം ഉണ്ടാകട്ടെ, എന്നും അമ്മ ഉണ്ടാകട്ടെ, എന്നും ഞാൻ ഉണ്ടാകട്ടെ എന്നുള്ള ആ പാട്ടിൻ്റെ ഇംഗ്ലീഷും റഷ്യനും ഒക്കെ ഞങ്ങൾ പാടി നടന്നു. നിങ്ങളും പാടി കേട്ട് കാണും. May there always be sunshine, may there always be blue sky, may there always be mama, may there always be me. Pusigda будет солнце, pusigda будет небо, pusigda будет mama, pusigda буду я. Пусть всегда будет солнце, пусть всегда будет небо, пусть всегда будет мама, пусть всегда буду я. വളരെ സന്തോഷം ഈ ബീന കണ്ട ലോകത്തിലെ ബി വിത്ത് ബീന എന്നുള്ള സെഷനിലേക്ക് വന്നതിന്. ബീനുവിനും ആകർഷിനും എപ്പോഴും ആർത്തേക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. സന്തോഷം. താങ്ക് യു.